അങ്ങനെ മനസ്സറിഞ്ഞ് ഞങ്ങളെല്ലാവരും എൻഗേജ്മെന്റിന് വിളിച്ച മാമിന്റെ പരിപാടി അടിപൊളിയാക്കി കൊടുക്കാന്ന് പറയുന്നത് നമ്മുടെ കടമയല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വക ഒരു ഡാൻസ് ഉണ്ട്. പോയ പാടെ തന്നെ ഞങ്ങൾ എല്ലാവരും വെൽക്കം ഡ്രിങ്കും സ്നാക്സും കഴിക്കാനിരുന്നു. ഈ സ്നാക്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഫൈനലി വി മെറ്റ് ഹർ ആൻഡ് ഷി വാസ് സോ ബ്യൂട്ടിഫുൾ. എന്തായാലും ഈ കോളേജ് ലൈഫിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു മാമിന്റെ എൻഗേജ്മെന്റ് കൂടാന്ന് പറയുന്നത്. മാമിന്റെ റിംഗ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വക ഒരു ഡാൻസ് കാച്ചിലുണ്ട്. ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച് സെറ്റാക്കി ഡാൻസ് ആയതുകൊണ്ടോണെന്ന് അറിയില്ല, കിടിലനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി, പ്രത്യേകിച്ച് മാമിന്റെ സന്തോഷം കേട്ടപ്പോൾ ഞങ്ങളും ഡബിൾ ഹാപ്പി ആയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്റ്റാർട്ടേഴ്സും കഴിച്ച് ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ബീഫ് കിട്ടണ പോലെയാണ് ഇവിടെ പോർക്ക് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കുക വരും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബീഫ് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെയാണ് ഇവർക്ക് പോർക്ക് വിടുന്ന മനസ്സിലായി. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കുറെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ്മാ ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇതേ പോകാനുള്ള സമയം. കാരണം ഈ ലൊക്കേഷനിൽ മാംഗ്ലൂർക്ക് ഒരു 4-4.5 മണിക്കൂറിന്റെ ദൂരം ഉണ്ട്. എന്നിട്ട് പോണ വഴിക്ക് 1-2 സ്ഥലങ്ങളൊക്കെ കണ്ട് ചായയും കുടിച്ച് പയ്യെ പോവാലോ എന്ന് വെച്ചു. എന്തായാലും ഈ കോളേജ് ലൈഫിൽ ആരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു സഡൻ ഒക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഇത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു കൂർഗയാത്ര എൻഗേജ്മെന്റ് കൂടുതലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ബാക്കി വിശേഷങ്ങളിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.